ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി വെജിറ്റബിൾ അച്ചാറാണ്. അതിന് വേണ്ടത് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ്. ഞാനിവിടെ ക്യാരറ്റ്, വെളുത്തുള്ളി, ബീട്രൂട്ടൊക്കെയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് എരിവിനനുസരിച്ച്, പിന്നെ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, നീട്ടത്തിൽ കട്ട് ചെയ്ത 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ കറിവേപ്പില, ബീൻസ്, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കാം. ഞാനിവിടെ എനിക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുപ്പ് ചൂടാക്കാം. അടുപ്പ് ചൂടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചീനച്ചട്ടി അതിനകത്തേക്ക് വയ്ക്കാം. വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിൽ കുറച്ചും കൂടെ സ്വാദം ഉണ്ടാവും ആക്ച്വലി. നമുക്ക് നമ്മുടെ എണ്ണ ചൂടായി വരുന്നത് നോക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കണ 1/2 ടീസ്പൂൺ കടുകാണ്. കടുക് നല്ലപോലെ പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില, നമ്മൾ നീട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തു. വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും നമ്മളെടുത്ത് വെച്ചേക്കുന്ന കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ബീട്രൂട്ട് ഇട്ടേക്കണ കൊണ്ട് തന്നെ കളറ് കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാത്തിലേക്കും ആ കളർ പിടിച്ച് റെഡ് കളറായി. ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നോർമൽ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്, ലേശം ഉപ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. രുചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി കുറവായിട്ട് തോന്നി, അതുകൊണ്ടാണ്. ഇതാ എണ്ണയിൽ നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. അച്ചാറായതുകൊണ്ട് തന്നെ എണ്ണ ഒത്തിരി മുകളിൽ നിൽക്കും. പിന്നെ അതിനകത്തേക്ക് 1/2 കപ്പ് വിനീഗർ. നമ്മൾ 1 കപ്പ് വെജിറ്റബിൾസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. 1 കപ്പിന് ലേശം കൂടുതൽ കാണും വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് വിനീഗർ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അധികം സമയമൊന്നും വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ അച്ചാർ ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി അച്ചാർ കഴിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഇനി അത് അടച്ച് വെച്ച് അവിടെ ഇരുന്ന് വേവിക്കുക. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വേവ് പാകമായോ എന്ന് നോക്കി നല്ലപോലെ ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം വേവൊക്കെ നല്ല രീതിയിൽ വന്ന് തുടങ്ങി. ഇതിനകത്തേക്ക് മേമ്പൊടിക്ക് നമുക്ക് ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, നമ്മളൊക്കെ ചേർത്ത് കൊടുക്കും ജസ്റ്റ് ഒരു മേമ്പൊടിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഇതങ്ങ് അടച്ചു വെക്കാം. ഇത്രേ ഉള്ളൂ, അച്ചാർ റെഡി. 2 ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം.